ഒരു ചായ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് ശിർക്കും കുഫറുമാണ് എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാദം. എന്നാ പടച്ചോട് ചായ കൊണ്ടുവരൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ 2 ഗ്ലാസ് ചായ ഇന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ? കാഫറായി പോകും. കാരണം മനുഷ്യർക്ക് അല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. അതിനുള്ള കുദ്റത്ത് വേണോ, കഴിവ് വേണോ, ഹിക്മത്ത് വേണോ, ഇതൊക്കെ റബ്ബിനോട് ചോദിക്കും. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അഭൗതികമായ വിഷയം മാത്രം അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു വാദം ഇസ്ലാമിക ഇത്രയുമുള്ള കാലചരിത്രത്തിനിടയിൽ ഒരാളും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണമെന്നതാണ്. ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഫൈലുൽ ഖദീറിൽ പറയാണ്, ജല്ല ഔ കല്ല, ചെറിയ ആവശ്യമായാലും വലിയ ആവശ്യമായാലും എല്ലാ ആവശ്യത്തിനെയും ചോദിക്കണം എന്നുദ്ദേശിച്ചത് കൊണ്ടാണ് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അത് ചോദിക്കണമെന്ന് പറഞ്ഞത്. കാരണം ഏറ്റവും നിസ്സാരമായ കാര്യത്തെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും ചോദിക്കണമെന്ന് വരെ അതിനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, മറ്റു കുറേ വാദങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചതുപോലെ ഇതും വിദണ്ഡമായ ഒരു വാദമാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി പറയുന്നുണ്ട്, ഭൗതികമായ കാര്യം എങ്ങനെയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്, അഭൗതികമായ കാര്യം എങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ഇൻ കാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ ലം തജ്രിൽ ആദതു ബിജറിയാനിഹാ. ഒരാൾ ചോദിക്കുന്ന കാര്യം അത് അഭൗതികമായ കാര്യമാണെങ്കിൽ, സാധാരണ സൃഷ്ടികളുടെ കരങ്ങളിലൂടെ ഉണ്ടാവാത്ത ഒരു കാര്യമാണെങ്കിൽ, ഹിദായത്തും ഇൽമും രോഗശമനവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരിലൂടെ നേരിട്ട് കിട്ടുന്ന വസ്തുക്കളല്ല. അതുകൊണ്ട് അതാണ് നീ അള്ളാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ സഅല റബ്ബുഹു, നീ ഡയറക്റ്റ് അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിക്കണം, പഠിച്ചവനെ എനിക്ക് ഹിദായത്ത് നൽകണം, എനിക്ക് ഇൽമ നൽകണം, എൻ്റെ രോഗം ശിഫയാക്കി തരണം. അത് കൃത്യമായി ഡയറക്റ്റായിട്ട് അള്ളാഹിനോട് ചോദിക്കുക. എന്നാൽ ഭൗതികമായ ഒരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ, കൽ ഹാജാത്തിൽ മുതഅല്ലിഖത്തി ബി അസ്ഹാബിൽ ഹിറഫി, കൈത്തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവൂലേ, അവരുടെ ജോലിയുടെ സഹായം നിനക്ക് വേണം. ഒരാശാരി വേണം എൻ്റെ വീടിൻ്റെ വാതിൽ വെക്കാൻ. അപ്പോൾ എനിക്ക് ആ സഹായം കിട്ടണം. അത് അള്ളാഹിനോട് ചോദിക്കരുത്, ആശാരിനോട് പോയി ചോദിക്കണം എന്നല്ല പറഞ്ഞത്, അതും അള്ളാഹുവിനോട് ചോദിക്കുക. എങ്ങനെയാണ് അത് ചോദിക്കേണ്ടത്? ഇമാം നവവി തങ്ങൾ പറയാണ്, സഅലല്ലാഹ, അവൻ അള്ളാഹിനോട് ചോദിക്കണം, അൻ യഅ്തിഫ അലൈഹി ഖുലൂബഹും, ആ ജോലിയുടെ ആൾക്കാരുടെ മനസ്സിൽ പഠിച്ചോനെ നീ അവർക്ക് നല്ലൽക്ക് പണിയെടുക്കാനുള്ള തോന്നിപ്പിച്ചു കൊടുക്ക്, അവർക്ക് അതിനുള്ള സഹായങ്ങൾ നീ ചെയ്തു കൊടുക്ക്. അങ്ങനെ ആ അവരുടെ മനസ്സിനെ ഇതിലേക്ക് അടുപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ ഭൗതിക വിഷയങ്ങളൊക്കെ മനുഷ്യന്മാരോട് സഹായം ചോദിച്ചാൽ മതി, മറ്റു കാര്യങ്ങൾക്ക് മാത്രം അള്ളാഹിനെ അവലംബിച്ചാൽ മതി എന്ന് പറയുന്ന വാദം മക്കയിലെ മുശ്രിക്കുകളുടെ വാദമാണ്. നിങ്ങൾക്കറിയില്ലേ, മക്കയിലെ മുശ്രിക്കീങ്ങൾ കരയിൽ താമസിക്കുന്ന സമയത്ത് അള്ളാഹിനെ ഓർക്കുകയില്ല. കരയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങിയാൽ ഫൈദാ റഖിബു ഫിൽ ഫുൽഖി, അവർ കപ്പൽ കയറിയിട്ട് കപ്പലിങ്ങനെ ആടിയുലയുന്ന രംഗം വന്നാൽ ദഉല്ലാഹ, അപ്പോൾ അവർ പറയും, ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സഹായം ചോദിച്ചിട്ട് കാര്യമില്ല, ഇനി വേഗം അള്ളാഹുവിനെ വിളിച്ചോളൂ എന്ന് പറയും. ഇത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. പറഞ്ഞതിൻ്റെ ചുരുക്കം, ഭൗതിക കാര്യവും അഭൗതിക കാര്യവും എല്ലാം അള്ളാഹുവിനോട് ചോദിക്കാം. ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം. ഇത് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കും, അപ്പോൾ എല്ലാ കാര്യവും അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റൊരു സൃഷ്ടികളോടും ചോദിക്കാൻ പറ്റൂല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് ദൈവമാണെന്നോ ദൈവത്തിൻ്റെ വിശേഷണങ്ങളുണ്ടെന്നോ എന്ന അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ അള്ളാഹ് അനുവദിക്കാത്ത മാർഗത്തിലും നമ്മൾ ആരോടും ഒന്നും ചോദിക്കരുത്. അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു തടസ്സവുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഡോക്ടറുടെ അടുക്കൽ വന്നിട്ട് എൻ്റെ പനി മാറ്റിത്തരണേ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, ഏത് സഹായം എവിടെ നിന്ന് എങ്ങനെ കിട്ടിയാലും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡോക്ടറെ ദൈവമാക്കുന്നില്ല, ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ നൽകുന്നില്ല. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത്, ഡോക്ടർ അതിൻ്റെ ഒരു കാരണക്കാരനാണ്, അദ്ദേഹം അത് പഠിച്ച ഒരാളാണല്ലോ എന്ന നിലക്കാണ്. ഇതുപോലെ ഒരു വലിയൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും എൻ്റെ മനസ്സിൽ വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, ഏത് സഹായം അത് സൃഷ്ടിക്കുന്നവനും അതിൻ്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്. പിന്നെ വലിയൊരു നിമിത്തമാണ്. കാരണം ലൗ അഖ്സമ അലല്ലാഹി ലഅബറ,
അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ ലാബറഹു അത് അല്ലാഹു തആല നടത്തി കൊടുക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഔലിയാക്കളുടെ സമീപത്ത് ചെല്ലുന്നത് ആ നിലക്കുള്ള സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഈ നിലക്ക് നമുക്ക് അവരെയൊക്കെ സമീപിക്കാം, അതിനൊന്നും തടസ്സമില്ല. എല്ലാം കൃത്യമായി പഠിക്കണം. അപ്പോൾ ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഇല്ലാത്തത് ദീനിൽ കൂട്ടിച്ചേർക്കാതെയും ഉള്ളതൊന്നും ഒഴിവാക്കാതെയും ജീവിക്കുക, അതാണ് യഥാർത്ഥ ദീന് എന്ന് പറയുന്നത്. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.